कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे सच्चिदानन्दरूपाय कृष्णाय कृष्णकर्मणे ओ वेदान्तवेद्याय वे बुद्धिसाक्षिणे कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय रायास्तवये यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमः असाम्बरम् पीताम्बरं करविराजितचक्रशङ्खगौरोदरी सरसिजं करुणासमुद्रं व्याघासहायम् अतिसुन्दरमन्दहासं वादालयेशम् अनिशं विभावयामि वादालयेशमनिशं भवयामि समर्थगोविन्दनामसंकीर्तनं ഭിഷക്കുകളുടെ ഭിഷക്കാണ് സാക്ഷാത് ഭഗവാൻ. വൈദ്യന്മാരുടെ വൈദ്യൻ വൈദ്യനാഥൻ സാക്ഷാ ഭഗവാൻ തന്നെ. ഭഗവാൻ കൈയൊഴിച്ചു കഴിഞ്ഞാൽ ആ രോഗിയെ രക്ഷിക്കാൻ വേറെ ആർക്കും പറ്റില്ല. രോഗം വരുമ്പോൾ ഏറ്റവും നല്ല വൈദ്യനെ സമീപിക്കുക, അതാണല്ലോ നല്ലത്. അത് ഒരു ഗുരുനാഥന്റെ ഉപദേശം പ്രകാരമാണ് മേൽപ്പത്തൂര് ഭഗവാനെ സേവിച്ചതെന്നാണ്. വ്യാസന്റെ തന്നെ അവതാരമാണ് മേൽപ്പത്തൂര് എന്നൊക്കെ അതിന്റെ മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാൻ അതും പറഞ്ഞിട്ടുണ്ട്. വലിയ പാണ്ഡിത്യം എല്ലാം ഉണ്ടാവും, പക്ഷെ ഭാഗവതം സംഗ്രഹിക്കേണ്ട, നാരായണീയം നിർമ്മിക്കേണ്ട കാര്യമൊക്കെ മറക്കും. അപ്പൊ രോഗബാധിതനാവും, ഒരാള് ഓർമ്മിപ്പിക്കാനുണ്ടാവുന്നതാണ് എൻ്റെ അടുക്കലേക്ക് വരാൻ എന്നൊക്കെ അതിൻ്റെ മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് തുഞ്ചത്ത് ആചാര്യൻ മത്സ്യം തൊട്ട് പൊട്ടിക്കോളൂ, ഭഗവാനെ വർണ്ണിക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നു ഭഗവാന്റെ ആ ഉപദേശത്തെ. അങ്ങനെയാണ് ഏറ്റവും വലിയ വൈദ്യനായിട്ടുള്ള സാക്ഷാ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. അങ്ങനെ തൻ്റെ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞു. വൈദ്യന്റെ അടുക്ക ചെന്ന് പറയണമല്ലോ എന്നൊക്കെയാണ് വിഷമങ്ങള്, അതൊക്കെ പറയലാണ് ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് വൈദ്യൻ ഇന്ന തരത്തിൽ ജീവിക്കാൻ ഇന്ന ഔഷധം എന്നൊക്കെ പറയും. അതൊക്കെ വേണ്ട പോലെ ആ ഔഷധമൊക്കെ സേവിക്കല്, ആ ദിനചര്യയൊക്കെ അതനുസരിച്ച് ഒക്കെ ഭഗവാൻ തോന്നിച്ചു. ഭഗവാനെ കുറിച്ച് വർണ്ണിക്കലാണ് ശരിയായിട്ടുള്ള ദിനചര്യ. അങ്ങനെയൊക്കെ ജീവിച്ചു. ഭഗവാനെ കുറിച്ച് ആദ്യന്തം വർണ്ണിച്ചു. ക്രമത്തില് ആ രോഗമെല്ലാം മാറി. അങ്ങനെ ഒരവസ്ഥയായി, കൂടുതൽ പറയാനായി. 99 ദിവസം 100 ദിവസം കൊണ്ട് ഭജിച്ചു എന്നാണ് എൻ്റെ ഐതിഹ്യം. അങ്ങനെ 99 ദിവസവും കഴിഞ്ഞു. എല്ലാം പറഞ്ഞ് സർവ്വതും അങ്ങോട്ട് സമർപ്പിച്ചു. കായേന വാച മനസാ ഇന്ദ്രിയമാണ്. അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് ഭഗവാന്റെ രൂപമാണ്. അത് വർണ്ണിച്ചുകൊണ്ടാണ്.
മറ്റുള്ളവർക്ക് ഒരു പാഠമായിട്ട് നിങ്ങൾ ഇതുപോലെ സർവാത്മന ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും താപത്രയങ്ങളും ഇല്ലാതാക്കി അനുഗ്രഹിക്കും എന്ന് കാണിച്ചുകൊണ്ടാണ് നെൽപ്പത്തൂര് ഭഗവാന്റെ രൂപം കാണുന്നത്. ആദ്യം ഒരു തേജസ് മാത്രം. അഗ്രേ പശ്യാമി തേജഃ എന്നാദ്യം പറഞ്ഞു. എല്ലാം അങ്ങനെയാണല്ലോ, ആദ്യം ഒന്ന് കാണും, സാമാന്യമായിട്ട് ഒന്ന് ദർശിക്കും, സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് ഒക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് കാണാം. ആദ്യം നോക്കിയപ്പോ ഒരു തേജസ് മാത്രം. അഗ്രേ പശ്യാമി തേജഃ. ആ തേജസ്സിന്റെ വിശേഷം എന്താ? നിബിഡതര കളായാവലീലോകനീയം. കായാമ്പൂ വർണ്ണം, ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പൂവിന്റെ വർണ്ണത്തിലുള്ള ഒരു നീല തേജസ്, അതാണ് ആദ്യം കണ്ടത്. പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ അംഗപ്രത്യംഗങ്ങള് ധരിച്ചിട്ടുള്ള ആഭരണം എങ്ങനെയുള്ള രൂപമാണെന്ന് പോലും പിന്നീടാണ് വ്യക്തമാവുന്നത്. അകലെന്ന് കാണുമ്പോൾ ഒന്നും വ്യക്തമാവില്ല ഒരു തേജസ്. ഭഗവാൻ ദ്വാരകയിലിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. ശിശുപാലന്റെ വിഷമങ്ങളൊക്കെ ഭഗവാനെ അറിയിക്കാനൊക്കെ ഒരു വരവുണ്ട്. അപ്പൊ ആദ്യം ഒരു തേജസ് കണ്ടു. എന്താ സൂര്യൻ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കുക. അതല്ല, സൂര്യന്റെ ഗതി നേരെ കിഴക്കോട്ടല്ല, വിലങ്ങത്തിലാണ്. ഗതം തിരശ്ചീനം അനൂരുസാരഥേഹേ. അഗ്നിയാണോ? അഗ്നിയല്ല, പ്രസിദ്ധം ഊർധ്വജ്വലനം ഭവിഭുജ. അഗ്നി താഴേക്ക് ജ്വാല അങ്ങനെ വരില്ല, മേൽക്കോട്ടേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് ഇറങ്ങി വരിക. തേജസ്സൊക്കെ അഗ്നി പോലെയൊക്കെ ഉണ്ട്. സൂര്യന് അത്രയും തേജസ് ഉണ്ട്, പക്ഷെ സൂര്യന്റെ ഗതി ബലങ്ങത്തിലാണ്. അഗ്നിയാണെങ്കിൽ ഊർധ്വജ്വലനാണ്, മേൽക്കോട്ടാണ് അതിന്റെ ശിഖ. ഇത് താഴേക്ക് വരണം. പതത്യധോധാമ നിസാരി സർവദഃ കിമേതദിത്യാകുലമീക്ഷിതം ജനൈഃ. ഇങ്ങനെ എല്ലാവരും ദ്വാരകയില് ആകാശമാർഗത്തേക്ക് നോക്കുന്ന ആ തേജസ് എന്താണെന്നറിയാം. ആദ്യം വെറും ഒരു ചൈതന്യം, ഒരു തേജസ്, തേജപുഞ്ജം എന്ന് മാത്രം വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യാകൃതി. കുറച്ചും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോ അംഗപ്രത്യംഗങ്ങള് ക്രമത്തില് നാരദ മഹർഷിയാന്ന് മനസ്സിലായില്ല. ചയസ്തുഷാമിത്യവധാരിതം പുരാ എന്നാദ്യം. ആദ്യൊരു ത്വിഷഃ ചയഃ ചയസ്തുഷാമിത്യവധാരിതം പുരാ. പിന്നെയാണ് ക്രമത്തില് ക്രമാദമും നാരദയിത്യബോധിസഃ എന്ന പോലെ ഇവിടെ ആദ്യം കണ്ടപ്പോ ഒരു തേജസ് മാത്രം. അഗ്രേ പശ്യാമി തേജഃ. അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് ഭഗവാൻ ആ ഭക്തന് ദർശനം കൊടുക്കുക. നിബിഡതര കളായാവലീലോഭനീയം. അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ സമുദ്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ഈയോഷാപ്ലാവിതോഹം. പിന്നെ ആ തേജസ്സിനെ ഒന്നുകൂടി നോക്കുമ്പോഴാണ് തദനു തതുദരേ ദിവ്യ കൈശോരവേഷം. ചെറിയൊരു ബാലനായിട്ടാണ് പിന്നെ നോക്കുമ്പോൾ ആ തേജസ്സിന്റെ നടുക്ക്. ആ ബാലന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രകാശമാണ് ചുറ്റും കായാമ്പൂ വർണ്ണത്തിൽ കാണുന്നത്. കൈശോരവേഷം. പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് താരുണ്യാരംഭരമ്യം. താരുണ്യത്തിന്റെ ആരംഭം. അങ്ങനെ അതുകൊണ്ട് കുറച്ച് അധികം മനോഹരമായിട്ടുണ്ട്. പരമരസ സുഖാസ്വാദ രോമാഞ്ചിതാംഗൈഃ ആവീതം നാരദാദ്യൈഃ
വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ചാം. ഒറ്റയ്ക്കല്ല ഭഗവാൻ, പാർഷദൈഹി പരിസേവിതാഹ. ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന അനേകം ആളുകളുണ്ട്. ഉപനിഷത്തുകളൊക്കെ തന്നെ ഭഗവാൻ പുതിയ രൂപത്തിൽ വന്നപ്പോ വേദങ്ങളൊക്കെ രൂപം മാറി, ദേവതകളൊക്കെ രൂപം മാറിയാ വന്നിരിക്കുന്ന കൃഷ്ണാവതാരത്തിൽ. അങ്ങനെ ഉപനിഷത്തുകളൊക്കെ ഭഗവാന്റെ ഭക്തകളുടെ രൂപത്തിലെ ചുറ്റും നിൽക്കുന്നു. നാരദാദി മഹർഷിമാരുണ്ട്. ഇവരാരൊക്കെ സേവിക്കപ്പെട്ടുള്ള രീതിയിലുള്ള ഒരു സുന്ദരമായിട്ടുള്ള രൂപമാണ് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കാണുന്നത്. മനുഷ്യസുന്ദരി മണ്ഡലൈച്ചാം. ഇങ്ങനെയാണ് ഓരോ അംഗങ്ങൾ നോക്കി കാണുന്നത്. നിലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാം രത്നോക്തം സാഭിരാമം വലയിതം ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി. അങ്ങനെ നീല നിറം, നീണ്ടതാണ്, അങ്ങനെ ചുരുണ്ടതാണ്, മനോഹരം. ആ ശിരോരുഹത്തിന്, തലമുടിക്ക് എന്തെല്ലാം, തിരുമടിക്ക് എന്തെല്ലാം ഭംഗി വേണോ അതെല്ലാം തികഞ്ഞിട്ടുള്ള, എല്ലാവരെയും ആകർഷിക്കുന്ന ആ രീതിയിലുള്ളതാണ്. അതിൽ പീലികളൊക്കെ നിറച്ച് കുത്തി, അങ്ങനെയുള്ള സുന്ദര രൂപം. മന്ദാരസ്രംനിരീതം, മന്ദാര പൂമാല ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പൃഥു കബരീഭാരം, തലമുടിക്കെട്ട് എന്ന് തന്നെ പറയാം. അതിനെ ഒന്ന് മാത്രമല്ല, അതിനെ ആലോകനം ചെയ്യുന്നു, കാണുന്നു. ആ പീച്ച എന്ന് മാത്രമല്ല, മനോഹരമായിട്ടുള്ള ആ നെറ്റിത്തടം, ഗോപിക്കുണി കുറിയൊക്കെ ഊർധ്വപുണ്ട്രൊക്കെ ധരിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആ ചന്ദ്രതുല്യമായിട്ടുള്ള ആ നെറ്റിത്തടവും തെളിഞ്ഞു കാണുന്നു എന്നാണ്. ഇങ്ങനെ ഓരോ അംഗപ്രത്യങ്ങളായിട്ട് കാണുക. അത് കഴിഞ്ഞ് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കണ്ണുകള്, ആ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ കണ്ണുകള്, അത് തന്നിൽ പതിയണേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് കൃത്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈഃ ആ നീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം നിഭോതേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരം ആമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ദിവ്യതാം മയ്യനാഥേ. വേറെ ആരും ആശ്രയമില്ലാത്ത ഭഗവാനെ അവിടുന്ന് മാത്രം ആശ്രയമായിട്ടുള്ള ഇതില് ആ ലോകത്തെ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ താപത്രയം ഇല്ലാതാക്കുന്ന, ആ ചൂട് ഇല്ലാതാക്കുന്ന ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള കണ്ണുകളും ഇതിൽ പതിയണേ, എന്നെ ഒന്ന് നോക്കണേ ഭഗവാനെ എന്ന് ഒരു പ്രാർത്ഥന. ആ കടാക്ഷ, കാരുണ്യ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ട് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനെ അവിടെ നിന്ന് എന്നില് പതിപ്പിക്കണേ. അവിടുത്തെ ആ ദൃഷ്ടി, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളെ കൊണ്ടൊന്ന് കടാക്ഷിക്കണേ ഭഗവാനെ, മാത്രമേ വേണ്ടൂ എന്ന് വലിയൊരു പ്രാർത്ഥന. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തില്. കണ്ണുകളുടെ വിശേഷണമൊക്കെ ഉണ്ട്, മനോഹരമായിട്ടുള്ള, എല്ലാവരും തന്നിലേക്ക് ആകർഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വർണ്ണിക്കുന്നു ഉത്തുംഗോല്ലാസിനാസം. ഭഗവാന്റെ സുന്ദരമായ മുഖം, അതിസുന്ദരമന്ദഹാസം, അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ മുഖം തെളിഞ്ഞ് കാണാറാവണമെന്ന്. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസദ്ദണ്ഡപാളി വ്യാലോഴൽ കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം.
ഉന്മീലദന്തപംക്തി പുരതരുണതരച്ഛായ ബിംബാധരാന്തപ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രം ആസതാം മേ. മനോഹരമായിട്ടുള്ള നാസിക ഒക്കെ ഉള്ളതും ഇന്ദ്രനീലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കണ്ണാടി പോലെ സുന്ദരമായിട്ടുള്ള ആ കവിൾത്തടങ്ങള്, അതില് പ്രതിബിംബിക്കുന്ന മകരകുണ്ടലങ്ങള്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ആ തൊണ്ടിപ്പഴം പോലെ മനോഹരമായിട്ടുള്ള ചുണ്ടുകള്, അതിൻ്റെ ഇടയിൽ കൂടെ പ്രകാശിക്കുന്ന ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ദന്തപംക്തികള്, ഇങ്ങനെയൊക്കെയുള്ളെല്ലാം കാണുന്ന മാത്രയിൽ തന്നെ ആ പീയൂഷ ആപ്ലാവിതനായിട്ട് തീരും ആരാണെങ്കിലും. അമൃത സമുദ്രത്തിൽ മുങ്ങിയ പോലെയാവും. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള മുഖം കാണാറാവണേ. യസ്യാനനം മകരകുണ്ടല ചാരുകർണപ്രാജൽ കപോല സുഭഗം കവിലാസഹാസം നിത്യോത്സവന്ന തതൃപുഃ ഋഷിഭിഃ പിബന്ത്യോ നാര്യോ നരാശ്ച മുദിതാഃ കുപിതാനിമേശ്ച. 9ാം സ്കന്ധത്തിലെ അവസാന ഭാഗത്തുള്ള ശ്ലോകം. ദശാവതാരം ഒന്ന് സംഗ്രഹിക്കാൻ പോകുക. അപ്പൊ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള മുഖം ഒന്ന് തെളിഞ്ഞ് കാണണേ ഭഗവാൻ, എപ്പോഴും മാഞ്ഞു പോകരുത് മനസ്സിൽ നിന്ന് എന്നുള്ള വലിയ ഒരു പ്രാർത്ഥന. പിന്നീട് വർണ്ണിക്കണു ഭഗവാന്റെ ആ മുരളീ ഗാനം എപ്പോഴും കേൾക്കാറാവണമെന്നാണ്. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേനോപാത്താം നൂനാളീം വസൃതനഖമയൂഖാംഗുലീ സംഘശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈഃ മേ വർണ്ണവീഥീം. നല്ലത് കാണാനാണ് കണ്ണുകൾ, കേൾക്കാനാവണം കാതുകൾ, കേൾക്കേണ്ടത് കേട്ടാലേ കാതാവും. അപ്പൊ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ വേണുഗാനം അത് കേൾക്കലാണ് കാതിൻ്റെ സാഫല്യം. അതുകൊണ്ട് ഭഗവാനെ ലോകത്തെ മുഴുവൻ ആ ശബ്ദബ്രഹ്മം കൊണ്ട്, ശബ്ദബ്രഹ്മത്തിന്റെ മാധുരി, വേദത്തിന്റെ മാധുരി. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം തന്നെ, വേദങ്ങളുടെ വ്യാഖ്യാനം പോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള വേദങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് ഭഗവാന്റെ വേണുഗാനം. അതിൽ കൂടെ ഭഗവാൻ വിസ്തരിച്ചു തരാണ് വേദാർത്ഥം. മനോഹരമാണ്, കേട്ടുകൊള്ളുന്നു പറഞ്ഞു. പിബത ഭാഗവതം രസം എന്നാദ്യം പറഞ്ഞില്ലേ. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ മൂത്തു പഴുത്ത പഴമാണ് ഭാഗവതം. അതിലൊന്നും അപേക്ഷിക്കേണ്ടതില്ല, പാനം ചെയ്തോളൂ എന്ന പോലെ. എന്താ ഭഗവാന്റെ വേണുഗാനത്തിന് വിശേഷം? അത് വേദത്തിന്റെ, ശബ്ദബ്രഹ്മത്തിന്റെ ഒരു രൂപമാണ്, വ്യാഖ്യാനമാണ്. അതിനെല്ലാവരും ആസ്വദിക്കട്ടെ. വേദങ്ങളും ശാസ്ത്രങ്ങളും ആൾക്കാർ പഠിക്കാതായതാണ് എല്ലാ ധർമ്മച്യുതിക്കും കാരണം. എല്ലാവരും വേദവും അറിയേണ്ട കാര്യങ്ങൾ, വേദങ്ങളും വേദസാരങ്ങളായിട്ടുള്ള ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളും ഇതൊക്കെ പഠിച്ചാൽ എല്ലാ ശ്രേയസ്സും ഉണ്ടാവും. അങ്ങനെയാണ് ധർമ്മം നിലനിർത്തുക. അങ്ങനെയുള്ള ധർമ്മം നമ്മളെ നിലനിർത്തും. ധർമ്മോ രക്ഷതി രക്ഷിതാകാം. ഭഗവാന്റെ വേണുഗാനം ഇങ്ങനെ മനോഹരമായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനെ വക്രാരവിന്ദേ, ആ വേണു തൻ്റെ അധരങ്ങളിൽ വെച്ചുകൊണ്ട് സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈഃ സിഞ്ചമേ കർണവീഥിം. ലോകത്തെ മുഴുവൻ ഉണർപ്പിക്കുന്ന, താപത്രയം ഇല്ലാതാക്കി തീർക്കുന്ന ആ വേണു ഗാനം കൊണ്ട്
എൻ്റെ കാതുകളെ നിറയ്ക്കണേ ഭഗവാനെ, ശ്രവണപുടത്തെ കുളിപ്പിച്ചു തരണേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന. ഭഗവാന്റെ ആ കണ്ഠം വർണ്ണിക്കുന്നു, ആ മാറിടം വർണ്ണിക്കുന്നു. ഇതൊക്കെയാ പിന്നത്തെ ശ്ലോകത്തിൽ. ഉത്സർപ്പൽ കൗസ്തുഭശ്രീ തതിഭിരരുണിതം കോമളം കണ്ഠദേശം. കൗസ്തുഭം എന്നുള്ള രത്നം ധരിച്ചിട്ടുള്ള ഭഗവാന്റെ കണ്ഠദേശം, അതിൻ്റെ പ്രഭ കൊണ്ട് ഒന്ന് അരുണവർണ്ണമായിട്ടുണ്ട് ഭഗവാന്റെ കണ്ഠം. അങ്ങനെയുള്ളത് ഒന്ന് തെളിഞ്ഞു കാണട്ടെ എന്നാണ്. തെളിഞ്ഞു കാണുകയാണ്, കണ്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ലത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നാണ്, ഒറ്റയ്ക്ക് അനുഭവിക്കരുത്. ഏക സ്വാദു ന ഭുഞ്ജീത. ഈ കണ്ടത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക, അവരും കൂടി ആസ്വദിക്കട്ടെ. കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം. പൂജയുടെ രഹസ്യം പറയുമ്പോ 12-ാം സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ഭഗവാന്റെ കുണ്ടലങ്ങളൊക്കെ സാഖ്യവും യോഗവുമാണ്, 2 കുണ്ടലങ്ങൾ. കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ജീവപ്രകാശം, ജീവൻ. ശ്രീവത്സം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകാശം. ഇങ്ങനെയൊക്കെ വർണ്ണിക്കേണ്ടത്. എല്ലാം തന്നെ ദശാദിപാദങ്ങളും ആഭരണങ്ങളും ഒക്കെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ വേണ്ട പോലെ ഉപാസിച്ചാൽ പരമപരമമായിട്ടുള്ള തത്വങ്ങൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ തെളിയാറാവും. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വർണ്ണിക്കുന്നത്. നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനിം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാം സിതവഭാവയേ രത്നമാലാം. പലതരം പൂക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല, വനമാല. വനമാലിയാണ് ഭഗവാൻ. വനമാലി ഗതി ശാർഗി ശംഖി ചക്രി ചന്ദകി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഭഗവാൻ വനമാല ധരിക്കുക. ഈ വനമാല എന്തിനെ സൂചിപ്പിക്കുന്നു? ത്രിഗുണാത്മികയായിട്ടുള്ള മായാശക്തിയെ, സത്വ രജസ് തമോ ഗുണമായി ആയിട്ടുള്ള മായാശക്തിയാണ് ഈ വനമാല സൂചിപ്പിക്കുന്നതെന്ന്. അതൊക്കെ അവിടെ വർണ്ണിക്കുന്നത്, ഭാഗവത്തിൽ വർണ്ണിക്കുന്നത്. വെറും വനമാല എന്ന് പറഞ്ഞാൽ ഒരു ഭഗവാൻ അണിഞ്ഞ ഒരു മാല എന്ന് മാത്രമല്ല, അതിനെ നമ്മൾ സ്മരിച്ചാൽ ആ മായാ തത്വത്തെ കുറിച്ച് അറിയാൻ പറ്റും. വന്യമാലാം വിലോലല്ലോലംബം. അതിൻ്റെ സുഗന്ധം കാരണം വണ്ടുകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ രത്നം. പിന്നെ അതുപോലെ തന്നെ രത്നമാലാം, വിശേഷമായിട്ടുള്ള ആ രത്നഹാരത്തെയും ഭഗവാന് മനോഹരമായിട്ടുള്ള അതിനെ സ്മരിക്കുന്നു, അതിനെ ധ്യാനിക്കുന്നു. പിന്നെ ഭഗവാൻ പലതരത്തിലുള്ള കുറിക്കൂട്ടുകൾ അണിഞ്ഞ് പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആ രൂപം. അംഗേ പഞ്ച അംഗരാഗൈഹി അതിശയ വികസൽ സൗരഭാഗുഷ്ടലോകം. മനോഹരമായിട്ടുള്ള ആ കുറിക്കൂട്ടുകൾ അണിഞ്ഞ് അതിൻ്റെ സുഗന്ധം കൊണ്ട് ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചുണ്ട്. പരിഷതി ഇത് കൃഷ്ണ, കൃഷ്ണനാണല്ലോ എല്ലാവരും തന്നിലേക്ക് ആകർഷിച്ചു. ഭഗവാന്റെ ഈ രൂപം ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ആ ജനങ്ങളെ ഭഗവാനെ സ്മരിക്കാം. ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ രൂപങ്ങൾ സ്വീകരിക്കുന്നത്. ഭക്തവേ ക്ഷോഭാക്ത രൂപായ പരമാത്മൻ നമോസ്തുതേ എന്ന് ഭാഗവത്തിൽ. ഭക്തന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപം സ്വീകരിച്ചുകൊണ്ട് ഭക്തവേ ക്ഷോഭാക്ത രൂപായ അങ്ങനെയുള്ള ഭഗവാനെ എന്നാണ്. രണ്ട് ഭഗവാന് ശരീര അഭിമാനം ഉണ്ടെങ്കിലല്ലേ ശരീരത്തിലെ ആഭരണങ്ങൾ അണിയേണ്ട ആവശ്യമുള്ളൂ. ശരീര അഭിമാനമില്ലാത്തവർക്ക് ആഭരണത്തിന്റെ ആവശ്യമില്ല. ഭഗവാനപ്പോ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം എല്ലാം ഭഗവാൻ ധരിക്കുന്നു. സർവ്വതും സുന്ദര രൂപം. അത് കൃഷ്ണാവതാരത്തിലെ കുറച്ചധികം വിശേഷം.
സ്വയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ. ഭഗവാന്റെ ആ കൃഷ്ണാവതാരത്തിന് കുറെ അധികം വിശേഷം. എല്ലാവരും തന്നിലേക്ക് മറ്റ് അവതാരങ്ങളിലൊന്നും ഇത്രയും തന്നിലേക്ക് ആകർഷിച്ചില്ല. രാമാവതാരത്തിൽ മാത്രമേ ഇത്രയും ആകർഷിച്ചുള്ളൂ. അതിനേക്കാൾ 100 ഇരട്ടി സുന്ദരമാണ് കൃഷ്ണാവതാരം. കാരണം അപ്പോഴേക്കും കലിയുഗത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനാ ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടത്തിലെ അവതാരം. മറ്റ് യുഗങ്ങളിലൊക്കെ ആകുമ്പോൾ സാധനകൾ ചെയ്യാനൊക്കെ ആളുകൾക്ക് അധികം പറ്റും. കലികാലത്ത് അതൊന്നും പറ്റില്ല. അപ്പൊ തന്റെ രൂപം കണ്ടവരും കണ്ടിട്ട് വർണ്ണിച്ചവരും അതൊക്കെ കേട്ട് തനിക്കാവട്ടെ മനസ്സ്, തനിക്കാവട്ടെ മനസ്സ് എന്ന് വിചാരിച്ച് പ്രയത്നം കൂടാതെ ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അത്യന്ത മനോഹരമായിട്ടുള്ള കൃഷ്ണസ്വരൂപം ഭഗവാൻ സ്വീകരിച്ചു. അന്യാവതാര നികരേഷു അനിരീക്ഷിതമായിട്ടുള്ള രൂപം, ഇതാണ് കൃഷ്ണാവതാരത്തിന്റെ വിശേഷം. മറ്റവതാരങ്ങളിലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഭഗവാനെ ഭജിക്കേണ്ട ഒരു ചിട്ടയുണ്ട്. അതുപോലെയാണ് കൃഷ്ണാവതാരത്തില് ആ ചിട്ടകളൊക്കെ തെറ്റി അനവധി തരം യോഗങ്ങളായി. എത്ര സൗഹാർദ്ദ ഭീതി സ്നേഹദ്വേഷ അനുരാഗ പ്രഭൃതി തുലൈഹി അശ്രമൈഹി, അങ്ങനെയൊക്കെയുള്ള രൂപമായി സ്നേഹിച്ചവർക്കും ദ്വേഷിച്ചവർക്കും എങ്ങനെയുള്ളവർക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കും. കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയെ, ഇതാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത്. ഇന്ന തരത്തിൽ വേണമെന്നില്ല, മറ്റ് സന്ദർഭങ്ങളിലൊക്കെ ഇന്ന തരത്തിൽ വേണമെന്നുണ്ട് ഭഗവാനെ ധ്യാനിച്ചാൽ. കൃഷ്ണാവതാരം വന്നു കഴിഞ്ഞപ്പോഴേക്കും ദ്വേഷ സ്വഭാവമാണ്, എന്നാ ദ്വേഷിച്ചോളൂ കൃഷ്ണനെ. ശിശുപാലാദികള് അങ്ങനെയുണ്ടായി. കംസാദികൾക്ക് അങ്ങനെയല്ല, ഭയം എന്നുള്ള ഭക്തിയാണ്. അപ്പൊ സ്നേഹഭക്തി, ദ്വേഷഭക്തി, ഭക്തിക്ക് പല പല രൂപങ്ങളും ഉണ്ടായി കൃഷ്ണാവതാരം കഴിഞ്ഞു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ സുന്ദര രൂപം അങ്ങനെയല്ല. ലോകം മുഴുവൻ തൻ്റെ ഉള്ളിലാണെങ്കിലും കൃശമായിട്ടുള്ള ആ മധ്യപ്രദേശം ഈനാനേക ത്രിലോകീ വിതതിമപി കൃശാം വിഭ്രതം മധ്യവല്യം ശക്രാസ്മന്യസ്ത തത്വോജ്വല കനകനിഭം ഇതചേലം ദധാനം. മനോഹരമായിട്ടുള്ള ആ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടില്ല, ആ പൊന്നിന്റെ നിറത്തിലുള്ള അങ്ങനെയുള്ള ഭഗവാന്റെ ആ മഞ്ഞപ്പട്ട്, തിളങ്ങുന്ന ആ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദീപ്തരശ്മി സ്ഫുടമണി രസനാകിങ്കിണി മണ്ഡിതം ത്വാം, മനോഹരങ്ങളായിട്ടുള്ള രത്നങ്ങളൊക്കെ പതിച്ച് അരഞ്ഞാണ് കിങ്ങിണി ഇങ്ങനെയുള്ള ആഭരണങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ധ്യാനിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ശേഷം കാൽമുട്ടുകളൊക്കെ വന്നിക്കാണ്, കണങ്കാലൊക്കെ. ഊരൂ ചാരൂ തവോരൂ ധനമസർണരുചവും ചിത്തചോരൗരമായ, ലക്ഷ്മി ദേവിയെ പോലും ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളത് ഭഗവാൻ. അതൊക്കെ തൻ്റെ ഒരു പ്രദേശങ്ങള് വസ്ത്രങ്ങളെ കൊണ്ട് മൂടിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിന് ക്ഷോഭം വരാതിരിക്കാൻ, ലോകം കണ്ട് ഭ്രമിക്കാതിരിക്കാൻ. അങ്ങനെയുള്ള ഉഭവും ഇതചേലാവൃതാംഗവും ഇങ്ങനെയാണോ ഭഗവാൻ ധരിക്കുന്നത് എന്ന് കവി ഉൽപ്രേക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആനമ്രാണാം പുരസ്താത് വ്യസനധൃത സമത്താർത്ഥപാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച, മുത്തുകള് അത് രത്നങ്ങൾ നിറച്ചിട്ടുള്ള പാത്രമാണോ 2 ചെപ്പുകളാണോ എന്ന് തോന്നുന്ന. ഇതിനെ ഇതിങ്ങനെ അടുക്ക വച്ചേക്കുന്നത്, അതോ തന്നെ വന്ന് നമസ്കരിക്കുന്നവർക്ക്? കൽപ്പവൃക്ഷല്ലേ ഭഗവാൻ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. ചോദിക്കണേക്കാൾ അയുത ശതം 10,000 ഇരട്ടിയായിട്ട് കൊടുക്കാൻ വേണ്ടി, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോഴേക്കും അവർക്ക് വാരി കൊടുക്കാൻ വേണ്ടി 2 ചെപ്പുകളില് നിറച്ച് രത്നം നിറച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണോ തോന്നും പാൽമുട്ടുകൾ കണ്ടാൽ.
അതാണ് ആനമ്രാണം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്യച്ഛായം ആരുദ്വയഞ്ച പരമപൃഥുലമനോജ്ഞേ ജംഘേ നിഷേവേ. എല്ലാം ഭഗവാന് ഭക്തന്മാരുടെ മുമ്പിൽ കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ള സകല അഭീഷ്ട വസ്തുക്കളും കരുതി വെച്ചിട്ടുള്ള മണിച്ചെപ്പുകളാണോ തോന്നും. അങ്ങനെയുള്ള ഭഗവാന്റെ കാൽമുട്ടുകളും അതുപോലെ തന്നെ ക്രമത്തില് വണ്ണം കൂടിയിരിക്കുന്ന ആ കണം കാലുകളെ നല്ലപോലെ ഭരിക്കുന്നു ഭഗവാനെ. ആ പാദസരങ്ങൾ ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. കാല അനക്കുമ്പോൾ കിലും ശബ്ദം കേൾക്കും. എന്തിനാ ഭഗവാൻ അത് ധരിച്ചേക്കണത്? അതിനെക്കുറിച്ച് ഉൽപ്രേക്ഷിക്കുകയാണ്. ഇതിനാണോ എന്ന് തോന്നും. വേറെ കാരണങ്ങളൊന്നും കാണാനില്ല. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ. വരുന്നവര് പറയാ ഇതാ ഭഗവാന്റെ അതിൻ്റെ ആ പാദസരങ്ങളുടെ ചിലമ്പുകള് കിലുങ്ങുന്ന ശബ്ദം കേട്ടാൽ എന്താ അതിന്റെ ശബ്ദത്തിന്റെ അർത്ഥം? എന്തോന്ന് പറയണ പോലെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് പറയാനോ എന്ന് തോന്നാം. ആ ഭഗവാന്റെ പാദങ്ങൾ ഭജിച്ചോളൂ, സർവശ്രേയസ്സും നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് മാത്രമാണ് എല്ലാ ശ്രേയസ്സും തരുന്നത്. തപസ് ഫലം തരുന്നത്. ഭഗവാന് സമർപ്പിച്ചില്ലെങ്കിൽ എല്ലാം തന്നെ നിഷ്ഫലം. ഭസ്മന്യേവ ജുഹോതി സഹ. അഗ്നിയിൽ ഹോമിക്കേണ്ടതിന് പകരം ഭസ്മത്തിൽ ഹോമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു പ്രയോജനം ഇല്ലാണ്ടാവും. ഭഗവാന് സമർപ്പിക്കാതെ എന്ത് നിങ്ങൾ കർമ്മം ചെയ്താൽ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പോലെ. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചോളൂ, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചോളൂ എന്ന് ഇങ്ങനെ ഭക്തന്മാരെ ഓർമ്മിപ്പിക്കുകയാണോ എന്ന് തോന്നും. ആ പാദസരങ്ങളുടെ ആ ശബ്ദം, ആ മധുരധ്വനി കേട്ടിട്ടുണ്ടെങ്കിൽ മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയഃ വിദ്യാലവന്തം പാദാഗ്രം ഭ്രാന്തി മജ്ജൽ പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം. ഒരു കൂർമ്മത്തിന്റെ രൂപത്തിൽ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാന്വിത എന്നിട്ട് ശാസ്ത്രാർത്ഥം. ആമയുടെ പുറം പോലെ ഇരിക്കുക പുറവടികള്. അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, മന്ദരം പർവ്വതം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കൂർമ്മരോ സ്വീകരിച്ചുല്ലോ. ഭഗവാന്റെ ആ പാദാഗ്രഹങ്ങള് കൂർമ്മപൃഷ്ഠം പോലെ ഇരിക്കുന്ന ആ പ്രപദങ്ങളോട് കൂടിയിട്ടുള്ള ആ പാദാഗ്രഹങ്ങള് പ്രണതജന മനോമന്ദരോദ്ധാര കൂർമ്മം. മായാസമുദ്രത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ ഉയർത്താൻ വേണ്ടി ഒരു കൂർമ്മം, രണ്ട് കൂർമ്മങ്ങളായിട്ട് അവതരിച്ച പോലെയുള്ള അങ്ങനെയുള്ള ഭഗവാന്റെ പാദാഗ്രഹങ്ങളെ അതെങ്ങനെയുള്ളതാണ്? അങ്ങനെയുള്ള കൂർമ്മത്തെ പോലെയുള്ളതും ഉത്തുംഗാതാമ്ര രാജൻ നഖരശി ഹിമകരജ്വത്സ്നയാച ആശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രി. മനോഹരമായിട്ടുള്ള അങ്കുലികള്, കാൽനഖങ്ങള്, ആ കാൽനഖങ്ങളിലുള്ള രശ്മികളെ കൊണ്ട് ഭക്തജനങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതാക്കി തീർക്കുക. അതിനു വേണ്ടി ഉള്ള ഭഗവാന്റെ പാദങ്ങൾ അതിനെ ധ്യാനിക്കുന്നു എന്നാണ്. അതാകുന്ന ജ്യോത്സ്ന ചന്ദ്രരശ്മി ആകുമ്പോൾ ഇരുട്ടില്ലാതാക്കുകയും ചെയ്യും, ചൂടില്ലാനും. അതുപോലെ ഭഗവാന്റെ ആ നഖരശ്മികളെ, കാൽനഖ എന്തു മരീചികള് അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതാക്കി തീർക്കുന്നു. അതിനെ നല്ലോണം ധ്യാനിക്കുന്നു ഭഗവാനെ. സന്താപധ്വാന്തഹന്ത്രിയും ദുഃഖമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന അങ്കുലികളുടെ ആ തടിയെ ധ്യാനിക്കുന്നു. ദുഃഖാന്ധകാരത്തെ നശിപ്പിച്ചു കളയുന്നത് മംഗളത്തെ നൽകുന്നതുമായ ആ വിരലുകളുടെ നിരയെ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാൻ.
കഴിഞ്ഞ് ഭഗവാന്റെ പാദതലങ്ങളൊക്കെ കുറെ അധികം വിശേഷം. യോഗീശ്വരന്മാർക്ക് മറ്റൊന്നും വേണ്ട, ഭഗവാൻ പാദതലങ്ങൾ മാത്രമേ വേണ്ടൂ. ത്വൽപാദമേവ ശരണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് മഹാത്മാക്കൾ. അവർക്ക് മറ്റൊന്നും വേണ്ട, ഭഗവത് പാദങ്ങൾ അതിലെല്ലാം ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. അതിനെ ധ്യാനിക്കുകയാണ്. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം. യോഗീശ്വരന്മാര് ബ്രഹ്മത്തെ ധ്യാനിക്കുന്ന ആളുകളാണ്. കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ അവര് ബ്രഹ്മധ്യാനം നിർത്തി കൃഷ്ണധ്യാനമാക്കി മാറ്റി. കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മൻ തന്നെയാണ്, സാക്ഷാ ഭഗവാൻ തന്നെയാണ്. ഇതിന് കുറച്ചധികം സുഖമുണ്ടെന്ന് വിചാരിച്ച് അവര് കൃഷ്ണരൂപം ധ്യാനിക്കാൻ. കുറെ കഴിഞ്ഞപ്പോൾ ആ രൂപത്തെക്കാൾ കൂടുതൽ ഭഗവാന്റെ പാദതലങ്ങള് കുറച്ചധികം വിശേഷമായി ദിവ്യമായിട്ടുള്ള രേഖകളൊക്കെ ഉള്ളതാണല്ലോ ഭഗവാന്റെ പാദതലങ്ങൾ. അങ്ങനെ ധ്യാനിക്കാൻ തരുന്നത് യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും അധിഷ്ഠമായി. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസ ഭക്താനാം കാമവർഷ ദിവ്തരു കിസലയം. നമസ്കരിക്കുന്നവർക്ക് എല്ലാം വാരിക്കോരിക്കൊടുക്കാനുള്ള കൽപ്പവൃക്ഷത്തിന്റെ ഇളം തളിരുകള് അങ്ങനെ ഉള്ളതാണ് ഭഗവാന്റെ ആ പാദതലങ്ങൾ. അപ്പൊ മഹായോഗികൾക്ക് പോലും ഭഗവാന്റെ ഓരോ അംഗത്തിൽ വെച്ച് ഓരോ അംഗങ്ങൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും മാധുര്യമേറിയതാണ് മോക്ഷമാഗ്രഹിക്കുന്നവരുടെ പ്രാപ്യസ്ഥാനം. അവർക്ക് ഭഗവത് പദമല്ലാണ്ട് വേറെ അവർക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള അവരുടെ നിവാസസ്ഥാനമാണ്. ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളും കൊടുക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ തളിര് ആണ്. അങ്ങനെയുള്ള ഉളങ്കാല് എന്നും മനസ്സിലിരുന്നു കൊണ്ട് ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ. അങ്ങനെയുള്ള പാദതലങ്ങൾ എന്നും മനസ്സില് അമർന്നിരുന്ന് പാഞ്ഞു പോകാതെ ഇരുന്നു കൊണ്ട് ഭഗവാന് കാരുണ്യസിന്ധോ, കാരുണ്യാബ്ധിയായിട്ടുള്ള അല്ലയോ ഭഗവാന് ശേഷതാപാൻ കൃത്വാ, എല്ലാ തരത്തിലുള്ള താപങ്ങളെ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി, പരമാനന്ദത്തിന്റെ അതിന്റെ പ്രവാഹ സമൃദ്ധിയെ എല്ലാം തന്നെ അനുഗ്രഹിക്കണം. സാന്ദ്രാനന്ദാവ് ബോധാത്മകം ആരംഭിച്ചു. ദശാവതാരം തുടങ്ങാറായപ്പോ സാന്ദ്രാനന്ദ ധനോ അവിടെ പറഞ്ഞു. ഇവിടെ പരമാനന്ദം. അപ്പൊ ഇതാണ് ഗ്രന്ഥത്തിന്റെ ആദിയിലും മധ്യത്തിലും അവസാനത്തിലും ഇതാണ് പറയാനുള്ളത്. ഇത് ബോധിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം വർണ്ണിച്ചു എന്നാണ്. അപ്പോ ആനന്ദ അങ്കിതമാണ് ഈ കാവ്യം. ആനന്ദ ശബ്ദം കൊണ്ട് അങ്കിതം അടയാളപ്പെട്ടതാണ് ആദിമധ്യാവസാനങ്ങളില്. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ വേണ്ട പോലെ ഉപാസിക്കുന്നവർക്ക് ആശ്രയിക്കുന്നവർക്കും ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ഇത് വർണ്ണിച്ചേക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു എന്ത് പറഞ്ഞാലും അവസാനം ഒരു കായേന വാച എന്ന് പറയാറുണ്ടല്ലോ. ഇതുപോലെ ഭഗവാനെ എത്ര ദിവസങ്ങളായി അവിടുത്തെ മുമ്പിലിരുന്ന് ഇതൊക്കെയോ പറഞ്ഞു. വേണ്ട പോലെയൊന്നും ആയിണ്ടാവില്ല. ഒന്നിനെ കുറിച്ച് പറയണമെങ്കിൽ വേണ്ട പോലെ മനസ്സിലാക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഭഗവാനെ ആർക്കെങ്കിലും വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നേ പറയാൻ പറ്റും. അജ്ഞാത്വാ മഹത്വം, ഒരു വിഷയത്തെക്കുറിച്ച് അറിയാതെ സംസാരിക്കുന്ന പോലെ ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ വരും. മറ്റെന്ത് വിഷയമാണെങ്കിലും പഠിച്ച് നല്ലോണം മനസ്സിലാക്കി പറയാം. ഇതൊന്നും ആവില്ല. ഒരു സമുദ്രത്തില് നിറച്ച് വെള്ളം, ആ സമുദ്ര ജലത്തെ അതിൻ്റെ ഒരു തുള്ളി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? വല്ലതും ആയോ സമുദ്രത്തിന്റെ? ഒന്നും ആയില്ല. അതുപോലെയാണ് ഭഗവാനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും
ആദിശേഷന് അനന്തൻ എന്ന് പേരുണ്ടായത് ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിച്ച് അവസാനിക്കാത്ത അത് കാരണം അവസാനം എത്തണില്ല, വർണ്ണിച്ചിട്ട്. അതുകൊണ്ട് പിന്നെ അനന്ത ഗുണങ്ങളോട് കൂട്ടിയിട്ടുള്ള ആള്. ഇതൊക്കെയാണ് അനന്തൻ ഭഗവാന്. അച്യുത, അനന്ത, ഗോവിന്ദ നാമത്രയം. അനന്തൻ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത ഗുണങ്ങൾക്ക്, ഒന്നുകൊണ്ടും അവസാനമില്ലാത്ത ഇങ്ങനെയുള്ള. അതുകൊണ്ടാണ് അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാഹ. ഇതൊക്കെയോ പറഞ്ഞു ഭഗവാനെ ക്ഷമിക്കണേന്നാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ യദക്ഷരം അപഭ്രഷ്ടം എന്നൊക്കെ പറയല്ലോ. എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ, തെറ്റുകള്, പല പല കുറവുകളുണ്ടാവാം. എല്ലാം തീർത്ത് അനുഗ്രഹിക്കണേ. സ്തോത്രം ചെയ്ത സഹസ്രോത്തരം നിരതരം പ്രസാദായ ഭൂയാ. വലിയ സ്തോത്രം അവിടുത്തെ കുറിച്ച് വർണ്ണിച്ച് ഈ കാവ്യം ഭഗവാനെ അവിടുത്തെ പൂർണ്ണമായ സന്തോഷത്തിനായിട്ട് തീരണേ ഭഗവാനെ. ഈ വാക്കുകൾ എൻ്റെ വാക്കുകൾ ഇത് അവിടുത്തെ കുറിച്ച് വർണ്ണിക്കാം. അവിടുത്തെ ഭക്തനായിട്ടുള്ള നാരായണൻ എന്ന പേരായിട്ടുള്ള നാരായണ ശർമാഹം വർണ്ണിക്ക കാരണവും നാരായണീയം വേദാ നാരായണീയം ശ്രുതിഷു ച ജനുഷാസ്തുത്യതാ വർണ്ണനേന. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാനാണ് സ്തുത്യൻ, ഭഗവാനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണന. ശ്രുതിയിൽ ജനിച്ചിട്ടുള്ള സ്തുത്യതാ വർണ്ണന വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അർത്ഥം. വേദത്തിൽ പറഞ്ഞു ഭഗവാനെയാണ് സ്തുതിക്കേണ്ടതെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വിശേഷമായിട്ടാണ് വേദസാരമാണ് ഇതെന്നർത്ഥം. അങ്ങനെയൊക്കെയുള്ള അങ്ങനെ അതുകൊണ്ട് മനോഹരമായിട്ട് സ്ഫീതം ലീലാവതാരൈഹി, ഭഗവാന്റെ നാനാവതാര ലീലകളെ കൊണ്ട് പറഞ്ഞിട്ടുള്ള ഇത് മാത്രം വർണ്ണിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗവതം പോലെ ഭഗവാനെ കുറിച്ച് മാത്രം വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള രമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം, ഐശ്വര്യങ്ങളും അവിടുത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കാൻ. ആയുസ്, ആരോഗ്യം, സൗഖ്യം എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെ, അത്ര അർത്ഥമായി. എല്ലാം തന്നെ അനുഗ്രഹിക്കണേ, അവിടുത്തെ ചെന്ന് ലയിക്കാറാവട്ടെ എന്ന് ഇത്രയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതവിടെ 100ാമത്തെ ദിവസം സമർപ്പിക്കുകയാണ്. വേണ്ട പോലെ ഭഗവാനെ ഉപാസിച്ചാൽ ധ്രുവന് 6 മാസം വേണ്ടി വന്നു. ഇത് 100 ദിവസം. 100ാമത്തെ ദിവസം ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപം ഉള്ളിൽ നല്ലോണം തെളിയാറായി. എല്ലാ വിഷമങ്ങളും തീർന്ന് പിന്നേം അദ്ദേഹം അനേക കാലം ഭഗവാനെ ഭജിച്ചുകൊണ്ട് വീണ്ടും ജീവിച്ചു എന്നാണ്. ചോദിച്ചൊക്കെ കൊടുത്തു, ആയുരാരോഗ്യ സൗഖ്യം തന്നെ കൊടുത്തു. ഇത് 28 വയസ്സായപ്പോഴാണ് ഇതൊക്കെ നാരായണീയ രചനയൊക്കെ. പിന്നെയും കുറേ കാലം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ പറയണം. ഗോക്കോല ഭഗവതിയെ ഭജിക്കല്, അവിടെ ശ്രീപാദ സപ്തതി, വേറെ അനേകം ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ചും ഇങ്ങനെ ഭഗവാനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് കുറേ കാലം ആത്മാക്കള് ജീവിച്ചിരിക്കുമ്പോൾ പലതും ഈ ലോകത്തിന് വേണ്ടി ചെയ്യും. മാത്രമല്ല അവർ പോയി കഴിഞ്ഞാലും എത്രയോ നൂറ്റാണ്ടുകൾക്കുള്ള കാര്യങ്ങള് ചെയ്തു വെച്ചുകൊണ്ടാ പോവുക. അവര് വന്ന് അപ്പൊ എന്തെങ്കിലും മാത്രം ചെയ്തുകൊണ്ട് പോലല്ല, എത്രയാ മഹാത്മാക്കള് എത്ര 100 വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നു പോയ ആളുകളാണ്. അവരുടെ വാക്കുകള് ഇന്നും ആളുകളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവര് പറയണ പോലെ മഹാത്മാക്കളുടെ മുഖത്തുനിന്ന് കേട്ടുകൊണ്ട് ഇന്നും നമ്മള് ആ ധർമ്മതത്വങ്ങള് മനസ്സിലാക്കണം. മഹാത്മാക്കളുടെ മുഴുവൻ ആരുടെ ചരിത്രം എടുത്താലും അതെല്ലാം തന്നെ അങ്ങനെ വലിയ വലിയ സന്ദേശം തരുന്നതാണ്. അവരെയൊക്കെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ, മഹാത്മാക്കളെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ ഒരു അറിവ്. ഇത് തന്നെ നമുക്കെല്ലാ ഐശ്വര്യങ്ങളും അത് തന്നെ തരും. ഓരോ വാക്കും അത്രയും അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതാക്കുന്നതാണ് മഹാത്മാക്കളുടെ വാക്കുകൾ. അത്രയും 400 ചില്ലാനം വർഷം മുമ്പ് നിർമ്മിച്ച ഗ്രന്ഥം
ഇന്നും ആൾക്കാരും പഠിച്ചും പാടിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടും അറിവില്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുത്തുകൊണ്ടും പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും അവനൻ മാത്രമായിട്ട് ഉപാസിച്ചുകൊണ്ട് എത്രയോ ആളുകളുണ്ട്. മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കല്ല, അവനും തന്നെ ഉപാസിക്കുക. അങ്ങനെ എത്രയോ ആളുകൾ. ഇതൊക്കെ ആണ് മഹാത്മാക്കളുടെ പ്രത്യേകത. അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തേക്കണം. ഈ ത്യാഗം മുഴുവൻ നമ്മൾ അവരുടെ വാക്കുകളൊക്കെ പഠിക്കുക, അവരെ കുറിച്ച് അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. നമ്മളെ പൂർണ്ണമാവുന്നു. അങ്ങനെയാണ് ജീവിതം സഫലമാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ആത്മാക്കളെ കുറിച്ച് അറിയാനും അവരുടെ വാക്കുകൾ കേൾക്കാനും, അങ്ങനെയുള്ള സത്സംഗങ്ങളില്ലെങ്കിൽ ഇതെങ്ങനെ കേൾക്കും? നമ്മള് അസൽ പ്രലാപങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിനെ കൂടുതൽ കൂടുതൽ മലിനമാക്കുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ കാലം കഴിക്കും. സത്സംഗങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ളത് വല്ലതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയാം, മഹാത്മാക്കളെ അനുസ്മരിക്കാൻ കഴിയാം, അവരുടെ വാക്ക് അനുസ്മരിക്കാൻ കഴിയാം. ഇതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതാം. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ തരണേ ഭഗവാനെ, തരണേ ഭഗവാനെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭഗവാന്റെ പാദത്തില് ഇതാ സമർപ്പിക്കുന്നത്. ഇതൊക്കെയോ പറഞ്ഞു ഭഗവാനെ, വേണ്ട പോയിട്ട് ഉണ്ടാവില്ല, എങ്കിലും ഇതൊക്കെ ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തില് ഈ 100ാമത്തെ ദശകം ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. എല്ലാവർക്കും തന്നെ സർവ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് 41 സമർപ്പിച്ച പോലെ എല്ലാവർക്കും ഉപകാരമായിട്ട്, കൂടുതൽ കൂടുതൽ ഉപകാരമായിട്ട് തീരട്ടെ. പഠിക്കാനും നിത്യം അനുസ്മരിക്കാനും എല്ലാവർക്കും തോന്നട്ടെ, അതിന് അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തില് സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഏഴാമത് നാരായണീയ തത്വസമീക്ഷാ സത്രത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തിൻ്റെ വർണ്ണന 100ാം ദശകം പാരായണം ചെയ്തുകൊണ്ട് അച്യുതഭാരതി സ്വാമിയാർ ഓരോ അംഗവർണ്ണനയും ചെയ്ത് അതിൻ്റെ ആന്തരാർത്ഥവും നമ്മൾ മനസ്സിലാക്കണം എന്നും പറഞ്ഞ് നമ്മളെ വളരെ നല്ല രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. നാരായണീയത്തിൻ്റെ മഹത്വം എന്താണെന്നും ദിവസവും അത് പാരായണം ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും പ്രദാനം ചെയ്യാൻ ഇതിനെക്കാട്ടിലും വലിയൊരു ഔഷധമില്ല എന്നും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ എല്ലാം ആചാര്യനാണ് അദ്ദേഹം. സന്യാസി ശ്രേഷ്ഠനാണ്. വീണ്ടും വീണ്ടും ഇവിടെ വന്ന് നമ്മളെയെല്ലാം അദ്ദേഹം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉടൻ തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുന്നതാണ്. എല്ലാവരും സമാപന സമ്മേളനത്തിലും എല്ലാവരും ഓൺലൈനിൽ ഉണ്ടാവണം. എല്ലാവരും സമാപന സമ്മേളനവും അടുത്ത സത്രത്തിൻ്റെ ദിവസം പറയുന്ന ആ ചടങ്ങും എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.